സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടും എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. തെക്കൻ തെലങ്കാനയ്ക്ക് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെയും അറബിക്കടലിൽ കേരള തീരത്തിന് സമീപത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തിയുടെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സുരേഖ ചേരുന്നുണ്ട്. സുരേഖ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ അലർട്ടുകളൊക്കെ ഇപ്പോൾ എങ്ങനെയാണുള്ളത്? പ്രിയ, ഗുഡ് മോർണിംഗ്. എന്തായാലും സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇന്ന് വടക്കൻ കേരളത്തിലാണ് ഇത്തരത്തിൽ മഴ ശക്തമാകുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം നിലനിൽക്കുന്ന ഒരു അലേർട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലനിൽക്കുന്നത്. അതിനൊപ്പം തന്നെ എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് കൂടി, ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മഴ കനക്കുന്ന ഒരു സാഹചര്യം, അതായത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യത്തിന് കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് തെക്കൻ തെലങ്കാനയ്ക്ക് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി, അതിനൊപ്പം തന്നെ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദപാത്തി, ഇവയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ ശക്തമാകുന്നതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ശക്തമായ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഒപ്പം ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്ന് കൂടി ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ശക്തമായ കാറ്റിനൊപ്പം തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം അത് തീരദേശത്തുള്ളവർക്കും ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കും ഈ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ളൊരു സാധ്യത കൂടി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര പ്രദേശത്തുള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും മഴ കനക്കുന്ന സമയത്ത് ഈ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം മലയോര ദേശത്തുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശത്തുള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഈ കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പ്രിയ, ശരി, സംസ്ഥാനത്ത് മഴ കനക്കും, മഴ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുമുണ്ട്.